നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡ്രൈവർ യദുവിന്റെ ഡ്രൈവിംഗ് തെറ്റില്ല എന്ന കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. നേരത്തെ തന്നെ മേയറോ MLAയോ പറയുന്നത് കേട്ട ചാടിക്കേറി യദുവിനെതിരെ ഒരു തീരുമാനം അല്ലെങ്കിൽ യദുവിനെതിരെ ഒരു നടപടി എടുക്കില്ല എന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ വിജിലൻസ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം, കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗണേഷ് കുമാറിന് യദുവിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന കൃത്യമായ ബോധ്യം വന്നിരിക്കുകയാണ്. ആ ബോധ്യം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഗണേഷ് കുമാറിന് കൃത്യമായി മനസ്സിലായി യദുവിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്. മേയറാണ് എന്നറിഞ്ഞ ശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തർക്കിച്ചത് ശരിയല്ല എന്നാണ് ഡ്രൈവർക്കെതിരെയുള്ള മറ്റൊരു കുറ്റം. എന്നാൽ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ഹാജരാക്കിയ റിപ്പോർട്ടിൽ ക്യാമറ ദൃശ്യങ്ങളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. ഇതോടെ KSRTC വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് രണ്ടാം ദിവസം തന്നെ മന്ത്രി മടക്കുകയും ചെയ്തിരുന്നു. ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ വിജിലൻസ് അന്വേഷണം വഴിമുട്ടിയ രീതിയിലാണ്. ബസ്സിലെ കണ്ടക്ടറും മറ്റ് യാത്രക്കാരും ബസ് അതിവേഗത്തിലായിരുന്നുവെന്ന മൊഴി നൽകിയിട്ടില്ല. കാറ് കുറുകെയിട്ട് ഇറങ്ങിയവരാണ് തർക്കത്തിന് തുടക്കമിട്ടത് എന്നാണ് യാത്രക്കാരുടെ മൊഴി. നിർണായക തെളിവായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തമ്പാനൂർ ഡിപ്പോ മേധാവി ബഷീറും എഞ്ചിനീയർ ശ്യാം കൃഷ്ണനും വീഴ്ച സംഭവിച്ചുവെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച വെളിപ്പെടുത്തിയത്. ട്രിപ്പ് കഴിഞ്ഞെത്തുന്ന ബസിന്റെ മേൽനോട്ടം ഡിപ്പോ എഞ്ചിനീയർക്കാണ് ഉള്ളത്. ഡിപ്പോ മേധാവിക്കും ഉത്തരവാദിത്വമുണ്ട്. KSRTC ഡ്രൈവറും മേയറുമായുള്ള തർക്കത്തിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും താൻ കണ്ടിട്ടില്ല എന്നാണ് കണ്ടക്ടർ സുബിൻ പ്രതികരിച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ യദുവിന്റെ ഭാഗത്ത് മറ്റ് തെറ്റുകളില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു റിപ്പോർട്ടിന് മുന്നിൽ തന്നെ തുടർ നടപടികൾ എടുക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ തുടർ നടപടികൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യദുവിനെ ജോലിയിലേക്ക് വീണ്ടും തിരികെ പ്രവേശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. തൽക്കാലത്തേക്ക് ജോലിയിൽ കയറേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു അവധി നൽകിയിരിക്കുകയാണ്. അത് കടുത്ത നടപടിയിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഇല്ല എന്ന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. ഒരുപക്ഷെ തിരികെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളെ യദു കോടതിയിൽ ഹാജരാകാനായിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഡ്രൈവർ യദുവിനെതിരായ കേസിലാണ് കണ്ടക്ടറുടെ മൊഴി കന്റോൺമെന്റ് പോലീസ് ഒക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. യദു അത്തരം വളരെ മോശമായ രീതിയിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ട് ഇല്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ ഡ്രൈവിംഗ് ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ താൻ മോശമായ രീതിയിലൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടിൽ പറയുമ്പോഴും പ്രോട്ടോകോൾ അറിയാതെ, അതായത് മേയറാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും തർക്കിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട്. തുടർ നടപടികളൊന്നും തന്നെ കഠിനമായി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും യദുവിനെ ജോലിയിലേക്ക് വീണ്ടും തിരിച്ചെടുക്കാനുള്ള സാധ്യത ഏറെയാണ്.